എന്താ നമ്മുടെ പാൽക്കാരി നടന്നു വരുന്നുണ്ട് പാലുമായിട്ട്. കാരണം പപ്പയ്ക്ക് പുറകെ ഇരിക്കണമല്ലോ, അപ്പം നമ്മൾ സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ രണ്ട് കൈക്കും ബട്ടൺ പുറകെ കൂടെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ ഇരുന്നാലും അങ്ങനെ ഇരിക്കും, കുറേ സമയം ഇരിക്കും. കുഞ്ഞിപ്പെണ്ണ് മാധവനെ നോക്കി അവിടെ നിന്ന് ചവിട്ടിക്കൊണ്ട് അവിടെ ഇരുന്നു. മഴയൊന്നും ഇല്ലായിരുന്നു കേട്ടോ, നമ്മളൊരു കയറൊക്കെ സെറ്റാക്കിയിട്ട് പൊരിഞ്ഞ വെയിലാട്ടോ, അതുകൊണ്ട് നല്ല കളർ നമുക്കല്ലേ കറുത്തിരിക്കുന്നു. കുഴപ്പമില്ലേ? അതാണ്. പുതിയ വീട്ടിൽ രാവിലെ എഴുന്നേറ്റ് റബ്ബർ തോട്ടത്തിലോട്ട് നോക്കി നിന്ന് തല ചെയ്തിരുന്നു. ഇവിടെ ഒരു റബ്ബർ തോട്ടം കേട്ടോ കാണുന്നേ, രസമുണ്ട് കാണാനല്ലേ. രാവിലെ കിളികളുടെ ചിലപ്പം ഫസ്റ്റ് ഡേ ആണ് കേട്ടോ. അതെ, ഇനി പാല് മേടിക്കാൻ പോകുന്നു. പാല് മേടിച്ചിട്ട് മേളിൽ വീട്ടിൽ പോന്നു. അവിടെ പോയിട്ട് വേണം പാല് തിളപ്പിക്കാൻ. അതെ, തിരിച്ചു വരണം. ഇതാണ് നമ്മുടെ റോഡ്, നമ്മൾ വണ്ടി വരുന്നത്. വണ്ടി ഇവിടം വരെ വരുള്ളൂ. വണ്ടി നമ്മളിവിടെ കയറ്റി പാർക്ക് ചെയ്തു. സ്ഥിരമായിട്ട് മേടിക്കും. രാവിലെ എഴുന്നിട്ട് ഒരാൾ അടിച്ചു വരും കേട്ടോ. ഇടവഴികളിലും തേനീച്ചക്കൂടൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ നിന്നുണ്ട ആയിരിക്കുന്ന തേനീച്ചക്കൂട്. എന്നാ തേനീച്ചക്കൂടിന്റെ ബോക്സ് ഇതേ ഓർമ്മ കേട്ടോ. അല്ലാതെ ഞാൻ കാണിച്ചത് അങ്ങ് ഇരിക്കുന്ന കണ്ടോ തേനീച്ചക്കൂട്? ഇതുണ്ടോ ആ കാട്ടിക്കൂടെ? അവിടെ ഇരിപ്പുണ്ടല്ലേ, അവിടെ ഉണ്ടല്ലേ. ഓക്കെ ഓക്കെ, ചെറുതേനാണ് ആയിരിക്കും. പോയിട്ട് വാ. മറ്റേത് വൻതേനല്ലേ? രണ്ട് തേനുണ്ട്. ഒരാൾ പാല് മേടിക്കാൻ പോകുന്ന കാഴ്ചയാണ്. കുറേ പോകണം, ഒരു വീട്ടിൽ പോകണം. അത് എടുത്തോണ്ട് ഇനി വീട്ടിൽ കൊണ്ടുപോയി പാല് തിളപ്പിച്ചിട്ട് വേണം വരാൻ. പാല് തിളപ്പിച്ചാൽ കാപ്പിയൊക്കെ ഉണ്ടാക്കണം. കുറേ തെങ്ങിൻ തോപ്പാണ്. ഈ ഒരു സൈഡ് തെങ്ങിൻ തോപ്പും ഈ ഒരു സൈഡ് റബ്ബർ തോട്ടമാണ്. നല്ല രസമുണ്ട് കാണാനായിട്ട്. രാവിലെ കണ്ട് ചെറിയൊരു മഞ്ഞിൻ്റെ ഇതൊക്കെ ഉണ്ട്. നല്ല രസമുണ്ട് കാണാൻ. എന്താ നമ്മുടെ പാൽക്കാരി നടന്നു വരുന്നുണ്ട് പാലുമായിട്ട്. പാല് കിട്ടിയോ? അതെയോ? പഴയ എന്നാ വീട്ടിൽ പോയിട്ട് ഞാൻ വരണോ? അതാ കുഴപ്പം, കൊച്ച് ഉറക്കോ? ഓക്കെ ഓക്കെ, എന്നാ പോയിച്ചോ. ഒരാളെ കാണിച്ചു തരാം. വീട്ടിലെ കാരണവരിതാ രാവിലെ ഉമ്മറപ്പടിയിൽ പത്രം വായിക്കുന്നു. ഫോൺ നോക്കുന്നു. അന്നക്കുഞ്ഞ് ഉറങ്ങുക കേട്ടോ. ഞാൻ എന്തായാലും ഒന്ന് വീട്ടിൽ പോയിട്ട് വരാം. വീട്ടിൽ പോയിട്ട് വരാൻ വരെ ഞാൻ ഇവിടുത്തെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇരിക്കട്ടെ. അവിടെ ഇവിടെ കിളികളുടെയൊക്കെ ചിലപ്പും നല്ലൊരു തണുപ്പും അങ്ങോട്ടൊക്കെ നല്ല പ്രകൃതി ഭംഗിയാ. അവിടെ കാണിച്ചായിരുന്നു, റബ്ബർത്തോട്ടമൊക്കെ കാണിച്ചു. കാപ്പി ഉണ്ടാക്കി, ചായ ഉണ്ടാക്കി. അതെ, അപ്പോഴത്തേക്കും ഞാൻ കൊച്ചിനെ നോക്കി ഇരിക്കാം. അപ്പൊ ആൾക്കാരെല്ലാം വിചാരിക്കല്ലേ ഞാനോട് ചുമ്മാ ഇരിക്കാന്ന്. കൊച്ചിനെ നോക്കി ഇരിക്കാന്ന്. അവള് പക്ഷെ കരയാണ് വിളിക്കണേ. അതാട്ടോ അടുത്ത വഴി. അവിടുന്ന് വന്ന ഇതവിടേക്ക് പോന്നു. ഇതേ പോകുന്നു. അലക്കാനുണ്ട് ഇഷ്ടം പോലെ. വന്നിട്ട് അലക്കാം. ഓക്കെ ഓക്കെ, ഞാൻ നോക്കാം. നീ പൊക്കോ, അലക്കാം. അവളെ ഏറ്റില്ലെങ്കിൽ അലക്കാം. നോക്കിക്കോ. ഓ ശരി, ഓക്കെ. ഒരാളങ്ങനെ തുണികളെല്ലാം അലക്കി. മഴയൊന്നും ഇല്ലായിരുന്നു കേട്ടോ, നമ്മളൊരു കയറൊക്കെ സെറ്റാക്കിയിട്ട് നമ്മളതിൽ വിരിച്ചൊക്കെ ഇട്ടു. ആ സമയത്ത് മറ്റൊരാള് പോയി കാപ്പി ഉണ്ടാക്കിക്കൊണ്ട് വന്നു കേട്ടോ. കാപ്പി ഉണ്ടാക്കി, അവള് പോയി കാപ്പി ഉണ്ടാക്കിക്കൊണ്ട് വന്നപ്പോഴത്തേക്ക് ഞാൻ ഇവിടെ മൊത്തം അലക്കി വിരിച്ച് ഒരു അഴയും കെട്ടി സെറ്റാക്കിയിട്ടുണ്ട്. അതെ, അപ്പുറത്തും ഉണ്ട് കേട്ടോ. അപ്പുറത്തും ഒരു അഴ കെട്ടിയിട്ടുണ്ട്. 2 ലെയർ അഴ. തുണികൾ വെയിലത്തിട്ട് ഉണങ്ങേണ്ടതുകൊണ്ട്, കുഞ്ഞുമാവയുടെ തുണിയൊക്കെ ഉള്ളതുകൊണ്ട്, കുഞ്ഞിപ്പെണ്ണിന്റെ ഒക്കെ തുണികളെ വെയിലത്തിട്ടുണങ്ങേണ്ടതുണ്ട്. നമ്മളെ അഴ അടിപൊളിയല്ലേ? പിന്നെ സൂപ്പർ. എന്റെ വെള്ളസത്യം നീലം വരെ മുക്കിയിട്ട്. അതെ, നീല ഞാൻ എടുത്തോണ്ട് വന്നു. ഇനി നമുക്ക് കാപ്പി കുടിക്കാനുണ്ട് അല്ലേ? നമുക്ക് കാപ്പി കുടിക്കാനുണ്ട്. പൊരിഞ്ഞ വെയിലാട്ടോ, അതുകൊണ്ട് നല്ല കളർ നമുക്കല്ലേ കറുത്തിരിക്കുന്നു. കുഴപ്പമില്ലേ? അതാണ് നല്ല വെയിലടിച്ചിട്ട്. അതെ അതെ അതെ, ഇവിടുത്തെ കോഴിക്കോട് വെയിലടിച്ചിട്ട് നമ്മൾ ഉരുവാണ്. ഭയങ്കര ചൂടാ. ഒരാളകത്ത് കിടന്ന് വാന്ന് വിളിക്കുന്നുണ്ട്. അവിടെ സേഫ് ആക്കി സൈഡിൽ കൂടെ ഒക്കെ ഓരോന്നൊക്കെ വെച്ചിട്ടാണ് എടുത്ത് അടുക്കി വെച്ചിട്ടാണ് വന്നേക്കുന്നത്. അപ്പൊ ഞങ്ങള് കാപ്പി കുടിക്കണം. കാപ്പിക്ക് മുട്ടക്കറി ഉണ്ട്, പൊറോട്ടയുണ്ട്. പൊറോട്ട നമ്മൾ മേടിച്ചോണ്ട് വന്നായിരുന്നു ഇന്നലെ. അപ്പൊ വീട്ടില് ഞാൻ പോയിട്ട് പപ്പേനെ കണ്ടു, വർത്താനൊക്കെ പറഞ്ഞു. ഞാൻ പപ്പയുടെ അടുത്ത് പോലെ ഇപ്പൊ തന്നെ കയറി പോവാണ്. കാരണം ഇവിടെ ഒരാൾ കുഞ്ഞിപ്പെണ്ണ് നോക്കാൻ ഒരാൾ വേണം. ഈ വെയിലത്ത് കൊച്ചിനെ എടുത്തോണ്ട് അങ്ങോട്ട് ചെയ്യണം. നമുക്ക് നടപ്പത്ര സുഖമായിട്ടുള്ള കാര്യമില്ല. ഭയങ്കര വെയിലാ. അതിനെ വെയിൽ വിളിച്ചാലേ. അപ്പൊ ഇവിടെ പോയിട്ട് വരും. അത് കഴിഞ്ഞിട്ട് ഇനി ഞാൻ പോയിട്ട് വന്നു. ഇനിയിപ്പോ ഞാൻ പോയിട്ട് വരണം.
പപ്പാക്ക് ചുമ കുറവുണ്ട്. ഇനിയിപ്പോ നാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട ദിവസമാണ്. ചുമ കുറവുണ്ട്. ചുമയുടെ ഒരു മരുന്നും കൂടെ നമ്മൾ മേടിച്ചായിരുന്നു. അതൊക്കെ കൊടുത്തു. എന്നിട്ട് പോയി ഞാൻ എന്തൊക്കെ ഉണ്ടാക്കിയെന്ന് എന്നോട് ചോദിക്കും. എനിക്ക് എന്നോട് ചോദിക്കും. ഞാൻ മുട്ടക്കറി ഉണ്ടാക്കി, മോര് കാച്ചി, പിന്നെ വഴുതനങ്ങ മമ്മീനോട് പറിച്ചു വെക്കണം എന്ന് പറഞ്ഞു. നമ്മുടെ വീട്ടിലെ വഴുതനങ്ങയാണ്. അതിനി തോരൻ വെക്കണം. അപ്പൊ ഞാനിവിടെ ഓടി വന്നാണ്. കാരണം 10 മണിയായി. അപ്പൊ ചായ കുടിച്ചിട്ട് അവൾക്ക് പാല് കൊടുത്തിട്ട് വേണം പോവാൻ വേണ്ടിട്ട്. അത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് അവളെ കുളിപ്പിക്കാനുണ്ട്. അങ്ങനത്തെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. കേട്ടുള്ളൂ. അവൻ ചെറുതായി 1-2 മിനിറ്റ് സംസാരിച്ചുള്ളൂ. 1 മിനിറ്റ് പോലും സംസാരിച്ചില്ല. കട്ടായി പോയി. റേഞ്ചില്ല. പ്രശ്നമുണ്ട് ഇവിടെ. ഞങ്ങൾ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്നത് ഞങ്ങൾ ഇവിടെ ടൗണിലൊക്കെ പോയിട്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പോയാലേ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ വീട്ടിൽ വിളിച്ച് ആദ്യക്കുട്ടനെ മര്യാദയ്ക്ക് ചൊവ്വേ കാണാനും പറ്റുന്നില്ല. ഭയങ്കര റേഞ്ചിന്റെ പ്രശ്നമുണ്ട്. ഫോൺ വിളിച്ചിട്ട് പോലും കിട്ടുന്നില്ല. പിന്നെ നെറ്റിന്റെ അവസ്ഥ എന്തായിരിക്കും? അപ്പൊ ഇനി ബാക്കി പരിപാടികളൊക്കെ നമ്മൾ വഴിയെ കാണിക്കുന്നതായിരിക്കും അല്ലേ? ഹായ് ഹായ്. അപ്പോ ഇന്നത്തെ വീഡിയോ നമ്മള് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല. നമ്മൾ ആ സമയം വരെ വീഡിയോ എടുത്തിട്ട് പിന്നെ വീഡിയോ എടുക്കുന്നത് ഇപ്പൊ രാത്രി സമയം 8:52 9 മണിയാവുന്നു. അതായത് നമ്മള് രാവിലെ ആ വീഡിയോ എടുത്തതിന് ശേഷം ഞാൻ ആ തുണി ഇടുന്നവരെ നീ കാപ്പി കൊണ്ടുവന്ന് നമ്മൾ കാപ്പി കുടിക്കാൻ പോവാന്ന് പറയുന്നവരെ എടുത്തു. അതേന്നെ അതെ, അത്ര എടുത്തുള്ളൂ. നമ്മള് കാപ്പി കുടിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങള് വീട്ടിൽ പോയി. അത് കഴിഞ്ഞ് പപ്പായുടെ അടുത്ത് കയറി പോയി. പിന്നെ അവിടുന്ന് ചോറുണ്ട്. പിന്നെ അവിടെ ഇരുന്നു. പപ്പായുടെ അടുത്ത് ഒരുപാട് സമയം ഇരുന്നു. പപ്പായ എഴുന്നേപ്പിച്ചിരുത്തി കുറേ സമയം അവിടെ പിടിച്ചോണ്ടിരുന്നു. കാരണം പപ്പയ്ക്ക് കുറേ ഇരിക്കണമല്ലോ. അപ്പൊ നമ്മള് സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ 2 കൈക്കും ബട്ടം പുറകെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ ഇരുന്നാലും അങ്ങനെ ഇരിക്കും. കുറേ സമയം ഇരിക്കും. അപ്പൊ അങ്ങനെ ഇരുന്നിരുന്ന് വൈകുന്നേരം ഒരു 6 മണി വരെ ഞങ്ങൾ അവിടെ ഇരുന്നു. പിന്നെ അതിനിടയ്ക്ക് കുറച്ച് പേരൊക്കെ അവിടെ വന്നു പോയി. അവരോടെല്ലാം വർത്താനം ഒക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്ന് 6 മണിയായപ്പോൾ നമുക്ക് നാളെയാണ് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ വണ്ടി അറേഞ്ച് ചെയ്യാനും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. അപ്പൊ അതിന് ഞങ്ങളുടെ അങ്കിളുമാരെയൊക്കെ കുറച്ച് പേരെ കാണാനുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കാണാനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി ഞങ്ങൾ ടൗണിലോട്ട് ഇറങ്ങി. അവിടെ ഇറങ്ങി എല്ലാ കാര്യങ്ങളും സെറ്റാക്കി ഞങ്ങൾ തിരിച്ചു പോകാൻ നേരത്ത് നമ്മുടെ എല്ലാ ദിവസവും നമ്മൾ വൈകുന്നേരങ്ങളിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന പരിപാടിയുണ്ട്. അപ്പൊ വീഡിയോ നമ്മളിപ്പം നിൽക്കുന്ന സ്ഥലത്ത് വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മുടെ റേഞ്ച് ഇല്ല. നമ്മള് പള്ളിയിൽ വന്നു. നമ്മുടെ പള്ളിയുടെ ഫ്രണ്ടിൽ ഇവിടെ വന്ന് നിൽക്കും. ഇവിടെ നല്ല റേഞ്ച് ഉണ്ട്. 5G പള്ളി വന്നാൽ നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. മാധവനെ ഇങ്ങനെ കാണിച്ച കുഞ്ഞിപ്പെണ്ണ് ആ മാധവനെ നോക്കി അവിടെ നിന്ന് ചവിട്ടിക്കൊണ്ട് അവിടെ ഇരുന്നോളൂ. കണ്ടോ? അവിടെ നോക്കി അത് കണ്ടോണ്ട് അവിടെ ഇരുന്നോളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ അവസ്ഥ. നമുക്ക് പകല് വേറെ ഒന്നും ചെയ്യാനും വീഡിയോ എടുക്കാനോ ഞങ്ങളിപ്പോൾ ഷോർട്ട് വീഡിയോ പോലും ഒന്നും എടുക്കാനോ ഒന്നും പറ്റുന്നില്ല. ഒരു വീഡിയോ ഇങ്ങനെയുള്ള ലോങ് വീഡിയോ മാത്രം കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള വീഡിയോ മാത്രമേ ചെയ്യാൻ പറ്റുന്നുള്ളൂ. പറ്റുമെങ്കിൽ ഞങ്ങൾ ഷോർട്ട് വീഡിയോസ് ഒക്കെ എടുക്കാൻ നോക്കും മാക്സിമം. കാരണം നമ്മുടെ ഉപജീവന മാർഗം കൂടെ ആണല്ലോ അത്. അപ്പൊ നമ്മളത് ചെയ്തേ പറ്റുള്ളൂ. നമ്മൾ പരമാവധി പറ്റുന്ന സമയത്ത് പിന്നെ ഡൗൺ ആയി നമ്മൾ താഴോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ആരും സഹായിക്കാൻ ഉണ്ടാവൂല. അപ്പൊ അതും നോക്കണം, എല്ലാ കാര്യങ്ങളും നോക്കണം. അതുകൊണ്ട് പിന്നെ ഇങ്ങനെ പോയി അവിടെ പോയി പപ്പയുടെ അടുത്ത് കുറെ സമയം ഇരിക്കുകയും അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും പിന്നെ കുഞ്ഞിന്റെ കാര്യമൊക്കെ വരുമ്പോഴത്തേക്കും വീഡിയോ എടുക്കാൻ സമയം കിട്ടുന്നില്ല. അപ്പൊ നാളെ നമ്മൾ ഹോസ്പിറ്റലിലേക്കാണ്. ഹോസ്പിറ്റലിൽ നാളെ നമുക്ക് തിരക്കുള്ള ദിവസമാണ്. നാളെ രാവിലെ വെളുപ്പിനെ നമ്മൾ പോയി അവിടെ മെഡിക്കൽ കോളേജ്, കോഴിക്കോട് മെഡിക്കൽ കോളേജിനടുത്ത് തന്നെയല്ലേ, അതിന്റെ ഡീറ്റെയിൽ ഒക്കെ പറയാം, കാണിക്കുകയൊക്കെ ചെയ്യാം. അപ്പൊ എന്തായാലും അവിടെ ചെന്നിട്ട് എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കണമെന്നുള്ള എല്ലാവരും പ്രാർത്ഥിക്കണം. പിന്നെ അവിടെ ചെന്നിട്ട് നമ്മുടെ മാത്രം ഡിസിഷൻ ആണ് ആരും വിചാരിക്കരുത് കേട്ടോ. അല്ല കേട്ടോ, ആരും വിചാരിക്കരുത് നമ്മളാണ് നമ്മുടെ വീട്ടില് ഡിസിഷൻ എടുക്കുന്നതെന്ന് ആരും വിചാരിച്ചേക്കരുത്. പലരും കൂടി, അതായത് അങ്കിൾമാരും ആന്റിമാരും എല്ലാവരും കൂടെ ഒത്തൊരുമിച്ച ഒരു തീരുമാനമാണ് നമുക്ക്. അല്ലാണ്ട് നമ്മള് തന്നെ അങ്ങനെ ഒരു ഇത് പറയല്ല കേട്ടോ. നമ്മള് കാര്യങ്ങൾ വന്നു ഇത് പറയുമ്പോ നമ്മള് അധികാരിയായിട്ട് പറയുന്നത് നിങ്ങൾക്ക് തോന്നിപ്പോകും. പക്ഷെ നമ്മളല്ല തീരുമാനങ്ങൾ എടുക്കുന്നത്. നമ്മൾ കാര്യങ്ങൾ നിങ്ങളിൽ എത്തിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. തീരുമാനങ്ങൾ എടുക്കുന്ന വേറെ പലരുമാണ്. അങ്കിളുമാരുണ്ട്, ആന്റിമാരുണ്ട്, വേറെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരുണ്ട്. അവരാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അത് നമ്മള് അതിന്റെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നു എന്ന് മാത്രം. അതെ അതെ, അവരൊക്കെയാണ് എല്ലാ കാര്യങ്ങളും മുന്നിട്ട് നിന്ന് ചെയ്യുന്നത്. നമ്മൾ അവരുടെ കൂട്ടത്തിൽ എല്ലാത്തിനും നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ നമ്മളും ഉണ്ട്. എല്ലാവരെ കൊണ്ടാവുന്ന രീതിയിൽ എല്ലാവരും ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അങ്ങനെ വിചാരിച്ചു കളയുന്നു കേട്ടോ. എല്ലാരും വിചാരിക്കും നിങ്ങൾ മാത്രമേ വന്നിട്ട് ചെയ്യാൻ ഇവര് മാത്രമേ ഉള്ളൂ എന്ന് ചിന്തിക്കും. അങ്ങനെ ചിന്തിക്കരുത്. എല്ലാരും ഉണ്ട് എല്ലാത്തിനും. അപ്പൊ
അതൊക്കെയാണ് ഇപ്പൊ നാളത്തെ കാര്യങ്ങള്. നാളെ അങ്കിളും ഒക്കെ ഉണ്ട്, കൂടെ വരുന്നുണ്ട്, എല്ലാരും വരുന്നുണ്ട്. അതെ, ഞാനും പോകുന്നുണ്ട്. ഇവിടെ വീട്ടിലിരുത്തിട്ടാ പോകുന്നത്. കാരണം കുഞ്ഞിനെയും കൊണ്ട് വന്ന് അവിടെ കോഴിക്കോടൊക്കെ മെഡിക്കൽ കോളേജ് അങ്ങോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അലച്ചിലെന്ന് പറഞ്ഞാൽ ചില്ലറ അലച്ചിലായിരിക്കുകയല്ല. ഞാൻ പോകേണ്ട ആവശ്യമില്ല. കൂടെ ആൾക്കാരുണ്ട്, വേറെ ആൾക്കാരൊക്കെ ഉണ്ട്, മമ്മിയുണ്ട്, അപ്പൊ ഞാനും ഉണ്ട്. അപ്പൊ അത് മതി. പിന്നെ നമുക്ക് അവിടെ ചെന്ന് ഡോക്ടറെ കണ്ടതിന് ശേഷമേ അവിടെ എന്താണ് മാധവനെ വിളിച്ച് തീരുമാനം എടുക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പൊ നാളത്തെ കാര്യങ്ങൾ ഭംഗിയായി നടക്കാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. അപ്പൊ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ വിശേഷങ്ങൾ. നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ വീഡിയോസ് ഒക്കെ ചെയ്തിരുന്നതായിരിക്കും. പിന്നെന്താ പറയാ അത്രയൊക്കെ ഉള്ളല്ലേ. അപ്പൊ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. നാളത്തെ കാര്യങ്ങളൊക്കെ നാളെ എന്താന്നുള്ളത്. പിന്നെ വേറൊരു സങ്കടം ഉണ്ടെന്ന് പറഞ്ഞാൽ ആദികുഞ്ഞിനെ വിളിച്ചിട്ട് ഞങ്ങൾ ഇരിക്കുന്നിടത്ത് ഞങ്ങൾക്ക് അവനെ വിളിച്ച് കിട്ടണമെങ്കിൽ ഇതിന് പുറത്ത് എവിടെയെങ്കിലും വന്ന് നിന്ന് വിളിച്ചാൽ മാത്രമേ അവനെ കിട്ടുള്ളൂ. ഞങ്ങളിപ്പം നിൽക്കുന്നിടത്ത് റേഞ്ച് എന്ന് പറയുന്നത് ഉള്ളില്ല, റേഞ്ച് ഇല്ല. വീഡിയോ കോൾ വിളിക്കാനോ ലോക്കൽ കോൾ വിളിക്കാനോ പോലും പറ്റുന്നില്ല. ഇപ്പോൾ ഇത്ര നേരം അവനെ വിളിക്കുമായിരുന്നു ഇവിടെ വന്നിരുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളിപ്പോൾ വീഡിയോ എടുക്കാനൊക്കെ വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് വന്നത്. നമ്മളെ മറന്നു പോകുന്ന വന്നേ. അവനിപ്പോ നമ്മളെ വേണ്ട, അവൻ ഫോൺ വിളിച്ചായപ്പോ അയ്യോ ബാക്കി എല്ലാവർക്കും ഫോണെങ്കിലും വിളിച്ച് കാണാൻ പറ്റുന്നുണ്ട്, നമുക്ക് അതും പറ്റുന്നില്ല. അവൻ വിളിക്കുമ്പോ ഇപ്പൊ ബേബി ബേബി എന്ന് മാത്രമേ പറയുന്നുള്ളൂ, നമ്മള് പറയുന്നില്ല. അപ്പൊന്നും പറയുന്നില്ല, അമ്മാന്നും പറയും. ഇല്ലില്ല. പിന്നെ മമ്മി പറയുന്നതായിട്ട് രാത്രി അതിലെല്ലാം രാത്രി ഇടയ്ക്കിടയ്ക്ക് വിളിച്ചോണ്ട് പപ്പ വിളിച്ചോണ്ട് നടക്കുമെന്ന് പറഞ്ഞു. അപ്പൊ അല്ലാണ്ട് ഇപ്പൊ നമ്മളെ പയ്യെ മറക്കുന്നു പിള്ളേരല്ലേ, പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അങ്ങനെയാണ്. പിന്നെ ഒരു വിഷമ കുഞ്ഞിനെ അവനെ കൂടെ കൊണ്ടുവരായിരുന്നു ഇപ്പൊ മനസ്സങ്ങ തോന്നിപ്പോവാണ്. അവനുണ്ടായിരുന്നെങ്കിൽ ഭയങ്കര സങ്കടമാണ്. നമുക്ക് അവനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് പിന്നെ വേറെ ഒന്നും ചിന്തിക്കണ്ടായിരുന്നു. ഭയങ്കര ഇതിപ്പോ ചിന്ത അവനെ കാണാഞ്ഞിട്ടുണ്ട്. പക്ഷെ അവനെ കൊണ്ട് വന്നു കഴിഞ്ഞാൽ മമ്മി അവിടെ കിടന്നുകൊണ്ട് ഇതാവേ, അത് വേറെ കാര്യം. പക്ഷെ നമുക്ക് നമ്മുടെ ഒരു ഇത് ചിന്തിക്കുമ്പോ നമുക്ക് പറ്റുന്നില്ല അവനെ കാണാതെ. അവനുണ്ടായിരുന്നെങ്കിൽ ഭയങ്കര ഒരു നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ ഒരിക്കലും അവനുണ്ടെങ്കിൽ നമുക്ക് കാര്യങ്ങൾ ബുദ്ധിമുട്ടായി മാറും. അതൊക്കെ ദൈവത്തിന്റെ ഓരോ തീരുമാനങ്ങളാണ്. കാരണം അവനുണ്ടെങ്കിൽ ഇപ്പൊ എനിക്ക് രണ്ടുപേരെയും കൂടെ ഇവന്റെ ഇവിടെ കയ്യിലോട്ട് കൊടുത്തിട്ട് ഒരിടത്തോട്ട് ഒന്ന് പോകാനോ അനങ്ങാനോ പറ്റത്തില്ല. കാരണം മമ്മിക്ക് പപ്പയുടെ കാര്യത്തിൽ നിന്ന് അനങ്ങാൻ പറ്റത്തില്ല. അപ്പൊ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാതായി പോകും. ഭക്ഷണം പോലും ഉണ്ടാക്കാനോ കഴിക്കാനോ അവർക്ക് പറ്റാതെ വന്നേനെ. അവന് കൊടുക്കണമെങ്കിൽ എല്ലാ കാര്യങ്ങളും എല്ലാം ദൈവത്തിന്റെ ഓരോ പദ്ധതി അനുസരിച്ചേ പോവുള്ളൂ. അതെ, മുന്നോട്ട് പോകുന്നത് എല്ലാത്തിനും അതിൻ്റെതായ ഒരു തീരുമാനം ദൈവത്തിന്റെ കയ്യിലുണ്ടാവുമല്ലോ. അതനുസരിച്ച് നമ്മളിങ്ങനെ പോവാന്നേ ഉള്ളൂ. നമ്മള് ഒഴുക്കിനെതിരെ നീന്താതെ ഒഴുക്കിനനുസരിച്ച് നമ്മളങ്ങനെ നീന്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എല്ലാം അങ്ങ് വിട്ടുകൊടുത്തിരിക്കുകയാണ്. അതെ അതെ, എന്തായാലൊക്കെ ശരിയാവും അല്ലേ. അപ്പൊ ഞങ്ങൾ എല്ലാ ദിവസവും ഇവിടെ വരും. ഇവിടെ വന്നിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്ത് ഇവിടെ ദൈവമേ ഒന്ന് വിളിച്ച് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ പോകും. ഇന്നും അതുപോലെ തന്നെ സമയം 9 മണിയാവുന്നു. ഇനി വീട്ടിൽ ചെന്നതിലൊക്കെ കഴിച്ച് കിടന്നുറങ്ങി രാവിലെ ഏറ്റു പോകുന്നു ഹോസ്പിറ്റലിൽ. അപ്പൊ ഇനി നാളത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം. ഈ കുഞ്ഞിക്കുട്ടികളുടെ ഭയങ്കര വഴക്കുണ്ടാക്കുന്നു. ബൈ.